അമേരിക്കയുടെ കുടിയേറ്റ സംവിധാനം കൂടുതൽ സുരക്ഷിതമാക്കാൻ യു.എസ്. സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഒരു പുതിയ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. തീവ്രവാദികൾ, ക്രിമിനൽ പശ്ചാത്തലമുള്ള വിദേശികൾ, പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നവർ അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തിയവർ എന്നിവരെ കണ്ടെത്താൻ ഇത് സഹായിക്കുമെന്നാണ് ഭരണകൂടം വിലയിരുത്തുന്നത്. അറ്റ്ലാന്റ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ പുതിയ സംവിധാനത്തിന് USCIS വെറ്റിംഗ് സെന്റർ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇത് വിദേശികളുമായി ബന്ധപ്പെട്ട എല്ലാ പരിശോധനകളും ഒരിടത്ത് കേന്ദ്രീകരിക്കും. മാറിക്കൊണ്ടിരിക്കുന്ന ഭീഷണികൾക്കനുസരിച്ച് വേഗത്തിൽ പ്രതികരിക്കാനും ഇത് ഏജൻസിയെ സഹായിക്കുമെന്നാണ് ഭരണകൂടം വിശ്വസിക്കുന്നത്. USCIS ഡയറക്ടർ ജോസഫ് ബി എഡ്ലോ പറയുന്നതനുസരിച്ച് രാജ്യത്തിൻ്റെ കുടിയേറ്റ സംവിധാനത്തിൽ USCISന്റെ പങ്ക് വളരെ പ്രധാനമാണ്. സമീപകാലത്ത് നടന്ന ചില അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ വെറ്റിംഗ് സെന്റർ ദേശീയ സുരക്ഷയും പൊതുജനങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കാൻ കൂടുതൽ കഴിവുകൾ നൽകും. ബൈഡൻ ഭരണകൂടത്തിന്റെ കീഴിൽ അമേരിക്കയുടെ കുടിയേറ്റ പൗരത്വ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ USCIS നിർബന്ധിതരായിരുന്നു. ഇത് ദേശീയ സുരക്ഷയെയും നമ്മുടെ സമൂഹങ്ങളുടെ സുരക്ഷയും എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ച് കാര്യമായ ശ്രദ്ധ ചെലുത്തിയില്ല എന്ന് എഡ്ലോ പറഞ്ഞു. എന്നാൽ ഞങ്ങൾ ആ സമീപനം മാറ്റി. ട്രംപ് ഭരണകൂടത്തിന്റെ ആദ്യ ദിവസം മുതൽ ഞങ്ങൾ കൂടുതൽ സംരക്ഷണ നടപടികൾ സ്വീകരിച്ചു. തട്ടിപ്പും വഞ്ചനയും ഭീഷണികളും നമ്മുടെ കുടിയേറ്റ സംവിധാനത്തിന്റെ സുതാര്യതയെ ബാധിക്കില്ലെന്ന് ഞങ്ങൾ ഉറപ്പാക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതിയ വെറ്റിംഗ് സെന്റർ പൂർണ്ണമായി പ്രവർത്തനക്ഷമമാകുമ്പോൾ രഹസ്യവും പരസ്യവുമായ എല്ലാ പരിശോധനാ സംവിധാനങ്ങളും ഇതിനായി ഉപയോഗിക്കും. കുടിയേറ്റ അപേക്ഷകളും ഹർജികളും കൂടുതൽ വിശദമായി പരിശോധിക്കാൻ ഇത് സഹായിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഇതിനായി ഉപയോഗിക്കും. ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ്, മറ്റ് നിയമ നിർവഹണ ഏജൻസികൾ, രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ എന്നിവയുടെ സഹായത്തോടെയാണ് ഈ പരിശോധനകൾ നടക്കുക. നിലവിലുള്ള അപേക്ഷകൾ പരിശോധിക്കുന്നതിനോടൊപ്പം ഇതിനകം അംഗീകരിച്ച അപേക്ഷകളും സമഗ്രമായി പുനഃപരിശോധിക്കും. പ്രസിഡന്റ് നിശ്ചയിച്ചിട്ടുള്ള ആശങ്കാജനകമായ രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകൾക്ക് മുൻഗണന നൽകും. വിദേശ തൊഴിലാളികൾക്കുള്ള എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യുമെന്റുകളുടെ ഓട്ടോമാറ്റിക് എക്സ്റ്റൻഷൻ അമേരിക്ക നിർത്തലാക്കിയിട്ടുണ്ട്. ഇത് വിസയുടെ മിക്ക വിദേശ തൊഴിലാളികളെയും ബാധിക്കും. ഇതിന്റെ ഫലമായി അവരുടെ വർക്ക് പെർമിറ്റുകൾ പുതുക്കുമ്പോൾ കൂടുതൽ കർശനമായ പരിശോധനകൾ നേരിടേണ്ടി വരും. കൂടുതൽ തവണയുള്ള പുതുക്കലുകൾ കർശനമായ പരിശോധനകൾക്കും തട്ടിപ്പ് കണ്ടെത്താനും സുരക്ഷാ അപകടങ്ങളെക്കുറിച്ച് അറിയാനും സഹായിക്കുമെന്നാണ് USCIS പറയുന്നത്. വിദേശ തൊഴിലാളികൾക്കുള്ള ഓട്ടോമാറ്റിക് എക്സ്റ്റൻഷൻ അവസാനിപ്പിച്ചതിന് ശേഷം ചില വിഭാഗം വിദേശ തൊഴിലാളികൾക്കുള്ള EADകളുടെ പരമാവധി കാലാവധി കുറയ്ക്കാൻ USCIS അവരുടെ പോളിസി മാനുവൽ പുതുക്കിയിട്ടുണ്ട്. ഇനി മുതൽ ചില വിഭാഗം വിദേശ തൊഴിലാളികൾക്കുള്ള EADകളുടെ ആദ്യത്തെയും പുതുക്കുന്നതുമായ പരമാവധി കാലാവധി 5 വർഷത്തിൽ നിന്ന് 18 മാസമായി കുറച്ചിരുന്നു. ട്രംപ് ഭരണകൂടത്തിന്റെ ഈ നീക്കം H-1B വിസയിൽ അമേരിക്കയിലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്ന ഉയർന്ന വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികൾക്കും വെല്ലുവിളികൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഡിസംബർ 15 മുതൽ എല്ലാ H-1B അപേക്ഷകരും ഓൺലൈൻ പ്രസൻസ് റിവ്യൂ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡം പാലിക്കണം. നേരത്തെ FM അല്ലെങ്കിൽ J നോൺ ഇമിഗ്രന്റ് വിസയ്ക്ക് അപേക്ഷിക്കുന്ന എല്ലാവരും അവരുടെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെയും സ്വകാര്യതാ ക്രമീകരണങ്ങൾ പൊതുവായി ലഭ്യമാക്കാൻ നിർബന്ധിതരായിരുന്നു. ഇത് അമേരിക്കൻ നിയമപ്രകാരം അവരുടെ വ്യക്തിത്വം സ്ഥാപിക്കാനും രാജ്യത്തേക്ക് പ്രവേശിക്കാനുള്ള യോഗ്യത പരിശോധിക്കാനും ആവശ്യമായ പരിശോധനകൾക്ക് സഹായിക്കും.